1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആറ്റ് നോക്കി എടുത്തൊരു വണ്ടിയുടെ അവസ്ഥ എടുത്ത്. എങ്ങനെയുണ്ടാകുമ്പോ വണ്ടി നൈസല്ലേ? എണീറ്റ് ഇതാണ്ട എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ സ്റ്റാൻഡിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. ഇതാണ് ഈ വണ്ടറെ സാധനങ്ങളുടെയൊക്കെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് പൊട്ടിപ്പോയി എന്ന് മാത്രമല്ല, വണ്ടിയുടെ സ്റ്റാൻഡ് പൊട്ടിപ്പോയപ്പോൾ വണ്ടിയുടെ ബോഡിയുടെ ഇതുവരെ പൊട്ടി, അത് തട്ടിയിട്ട്. അത്രേ ഉള്ളൂ ഇതിൻ്റെ ക്വാളിറ്റി. എന്തൊരു പുകയൊക്കെ വരുന്നു, പുകയല്ല മണ്ണുന്നതാ. പിന്നെ അതേപോലെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ പെയിൻറ്റൊക്കെ കണ്ടോ, പെയിൻറ്റൊക്കെ ഇപ്പം തന്നെ ഇളകി വരാൻ തുടങ്ങി. 1 കൊല്ലം ആവുന്നുള്ളൂ കേട്ടോ വണ്ടി എടുത്തിട്ട്. ഇതൊക്കെയാണ് വണ്ടറെ അവസ്ഥ. ഈ വണ്ടീനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഞാൻ എടുത്തതിന് ശേഷം ഒരുപാട് പേര് എന്നോട് ഇതേപോലെ ഈ വണ്ടീനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ നല്ല രീതിയിലാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ എനിക്ക് എടുത്തപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി ഓടിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ടെസ്റ്റ് ഡ്രൈവിന് പോയി. എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പോയിട്ട് വണ്ടി എടുക്കിയിരുന്നു അല്ലേ. വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴൊക്കെ നല്ല സുഖമായിരുന്നു. പിന്നെ വണ്ടിയുടെ മെയിനായിട്ട് ഈ വണ്ടി എടുക്കാൻ കാരണം ഫീച്ചേഴ്സ് ആയിരുന്നു. ലൊക്കേഷൻ ഇടാം നമുക്ക്, പിന്നെ പാട്ട് വെക്കാം, പിന്നെ കോളിംഗ് ഇതിൽ കൊടുക്കാം, ഫോണിൽ കൊടുക്കാൻ പറ്റും, അല്ല വണ്ടിയിൽ കൊടുക്കാൻ പറ്റും. പിന്നെന്തൊക്കെയാ, നല്ല ശബ്ദം ഉണ്ടാവില്ല. അല്ല, ശബ്ദത്തിൻ്റെ കേസ് നമുക്ക് ഇതിൽ മറ്റേ ചേതക്കിൻ്റെ സൗണ്ടും അങ്ങനെ ഒരുപാട് സൗണ്ട് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോളിങ്ങിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ഉപകാരമുള്ള കാര്യം കേട്ടോ. എടുത്ത സമയത്ത് ഇതിന്റെ നല്ല നല്ല ഫ്യൂച്ചേഴ്സ് വെച്ചിട്ട് റിവ്യൂ പറയണമെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അത് നീട്ടി വെച്ചു. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് റിവ്യൂ ചെയ്യാനായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയത്. നെഗറ്റീവായിട്ട് പറയാനല്ല, വണ്ടിക്ക് പറഞ്ഞ പോലെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സാധാ നോർമല് നമ്മൾ പെട്രോൾ അടിക്കുന്ന സ്കൂട്ടീനെ അപേക്ഷിച്ച് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിൽ. നമുക്ക് എത്ര വേണമെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാം. നമുക്ക് ഇതേപോലെ കാറിൽ കൊണ്ടുപോകണം. അത്ര ഞങ്ങളിപ്പോ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഇതും സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് കൊണ്ടുപോകാം. ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഫ്യൂച്ചറാണ്. പിന്നെ അതേപോലെ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോവാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതേപോലെ എണ്ണ അടിക്കാൻ പൈസ ഉണ്ടോ അങ്ങനത്തെ കാര്യം ഒന്നും ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ ഇവള് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റേ പ്രസവരക്ഷയ്ക്ക് പോയപ്പോൾ കോഴിക്കോട്ടേക്ക് ഞാൻ അതേപോലെ സീറോ കോസ്റ്റിലാണ് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അതുവരെ പോകും, കോഴിക്കോട് നിന്ന് പിന്നെ ഹൈപ്പർ ചാർജ് ഉണ്ടാവും. ഹൈപ്പർ ചാർജ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ പൈസയുടെ കാര്യവും എണ്ണ അടിക്കേണ്ട പൈസയുടെ കാര്യം ഇതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇതിപ്പോൾ 1 കൊല്ലം യൂസ് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കയറി വരുന്നുണ്ട്. ഞാൻ തന്നെ കുറേ പേർക്ക് ഈ വണ്ടി സജസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് 2-3 പേര് എടുത്തിട്ടുണ്ട്. അവർക്കൊന്നും ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ മെയിനായിട്ട് ഈ ഓലയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരാൻ കാരണം ഇവരുടെ സർവീസാണ്. ഞാൻ ഒരിക്കൽ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഒരു വർക്കിന് പോയിട്ട് വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടിയാലാണ് വണ്ടി പോവുള്ളൂ. സെൻസറിന് ഓടുന്ന വണ്ടി ആയിരുന്നു, സ്റ്റാൻഡ് തട്ടിയാലേ പോവുള്ളൂ. അപ്പോൾ സ്റ്റാൻഡിൻ്റെ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് ഇതേപോലെ വണ്ടി അവിടെ നനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോകണമെങ്കിലും എവിടെ കൊണ്ടുപോകണമെങ്കിലും ഈ സ്റ്റാൻഡിൻ്റെ സെൻസർ മാറ്റിയാലേ പറ്റുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ സെൻസറിൻ്റെ അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒരു ചെറിയൊരു ബോൾട്ട് വെച്ച്, എന്നിട്ട് അങ്ങനെയാണ് വണ്ടി ഓണാക്കിയത് ഞാൻ. അത്ര പോലും അവരുടെ കസ്റ്റമേഴ്സ് സർവീസിൻ്റെ ഇടയിൽ നിന്ന് അത്ര പോലും അവരുടെ കസ്റ്റമർ സർവീസിൽ നിന്ന് ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ചിട്ട് അവരെടുത്തുകൊണ്ട് പോകണം. ശരിക്കും പറഞ്ഞ അങ്ങനെയാണ്, അങ്ങനെ അതിൽ പറയുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ. അവർ വണ്ടി വിളിച്ച് അവർ വന്നിട്ട് അതിന്റെ ക്യാഷൊക്കെ നമ്മൾ കൊടുക്കുമെങ്കിലും വണ്ടി എവിടെയാണോ വണ്ടി ഇരിക്കുന്നത് കേട് വന്ന സ്ഥലത്ത് നിന്ന് അവരെടുത്തോണ്ട് പോകണം. പക്ഷെ അതൊന്നും ചെയ്യില്ല. അവര് വന്ന് എടുത്തിട്ട് പോകാനേ പറ്റുള്ളൂ. മറ്റുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം. പക്ഷെ ഇത് ഇവരുടെ സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോകണം. അതൊക്കെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് വിട്ടുപോകും. ഇത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസ് സെന്റർ ആകെ ഉള്ളത് ഒന്ന് തിരൂരുണ്ട്, പിന്നെ ഉള്ളത് തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി എടുത്തുള്ളത്. അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി എടുക്കുന്നതിന് മുന്നേ എല്ലാവരും ആ കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കണം നല്ലതാണ്. ഇപ്പോൾ ഞാൻ 1 കൊല്ലത്തോളമായി വണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, സ്റ്റാൻഡ്
എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അതിന് എത്ര രൂപ എന്നുള്ളത് ദൈവത്തിന് അറിയാം. എന്താ പറയാനുള്ളത്? ഇത് തന്നെ പറയാനുള്ളൂ. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നല്ല നല്ല ഫീച്ചറും ഉണ്ട്, ചീത്ത ഫ്യൂച്ചറും ഉണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ ഏത് പോലെ എടുക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാം നോക്കിയും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ റോട്ട് കിടക്കും. അപ്പോൾ ഓലയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. നല്ല ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതോടൊപ്പം ഓലയ്ക്ക് ഇങ്ങനെ ഒരുപാട് പോരായ്മകളുണ്ട്. ഇതൊക്കെ വലിയ പോരായ്മ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോയതാണ്. വിശ്വസിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ബൈ 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 ബൈ.